ഹായ്, നമുക്ക് ഓട്ടോകാഡിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഹാച്ചസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇതുപോലെയൊക്കെയുള്ള ഹാച്ചസ് 3D ടൈപ്പ് ആവാം, നോർമൽ ആവാം, ഫ്ലോറൽ ടൈപ്പ് ആവാം, നോർമൽ പാറ്റേൺസിൽ ഈ ഒരു രീതിയിലുള്ള പാറ്റേൺസ്, അതേപോലെ തന്നെ ടൈല് പേവിങ്ങിന് അല്ലെങ്കിൽ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ടൈലിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലെ പാറ്റേൺസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതേപോലെ തന്നെ ഇതുപോലുള്ള ടൈലുകളും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഒരൊറ്റ ക്ലിക്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് നമ്മൾ ആദ്യം ഓരോ പാറ്റേണിൻ്റെയും ഒരു മോട്ടീഫ് ക്രിയേറ്റ് ചെയ്യാം. ഇത് മുകളിലത്തത് പാറ്റേണും താഴത്തത് മോട്ടീഫുമാണ്. പാറ്റേൺ ഇതുപോലെ ഏത് രീതിയിലുള്ള പാറ്റേൺസും പോളിഗണൽ ആവാം അല്ലെങ്കിൽ ഫ്ലോറൽ, അങ്ങനെയുള്ള എല്ലാ പാറ്റേൺസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഫസ്റ്റ് മോട്ടീഫ് ക്രിയേറ്റ് ചെയ്യാം. മോട്ടീഫ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതാണ് ഈ പാറ്റേണിൻ്റെ മോട്ടീഫ്. ഓക്കെ, അതേപോലെ തന്നെ ഈ ടൈലിങ്ങിൻ്റെ മോട്ടീഫ് ഇതാണ്. ഓക്കെ, മോട്ടീഫ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സൂപ്പർ ഹാച്ച് എന്ന് പറഞ്ഞ ടൂൾ എടുക്കുക. സൂപ്പർ ഹാച്ച് ടൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മോട്ടീഫ് എടുക്കുക. മോട്ടീഫ് എടുത്തിട്ട് നോക്കൂ, ഇതേപോലെ എവിടെയാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ പോയിന്റ് കാണിച്ചു കൊടുക്കുക. എക്സ് സ്കെയിൽ അടിക്കുക. എക്സ് സ്കെയിൽ വൈ സ്കെയിൽ സെയിം ആണ്. ഓക്കെ, ആംഗിൾ അടിക്കുക, 0 തന്നെയാണ്. നമുക്ക് ഈ പ്ലേസ്മെൻറ്റ് ഓക്കെ ആണോ നോക്കൂ. ഇവിടെ ഇതുപോലെ തന്നെ ഈ പ്ലേസ്മെൻറ്റ് ഓക്കെ ആണോ, യെസ് കൊടുത്തു. അതിൻ്റെ ചുറ്റും റെക്റ്റാങ്കിൾ കാണിക്കുന്നില്ലേ, ആ ഒരു രീതി ഓക്കെ ആണോ, യെസ് ഓക്കെ അടിച്ചു. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ക്ലിക്ക് ചെയ്ത് കൊടുത്ത പാറ്റേൺ റെഡി. സീ ദ പാറ്റേൺ. നെക്സ്റ്റ് നമുക്ക് ഫ്ലോറൽ ടൈപ്പ് ഒന്ന് നോക്കാം. അഗെയിൻ സൂപ്പർ ഹാഷ് ടൂൾ എടുത്തു, മോട്ടീഫ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. മോട്ടീഫ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു പോയിന്റ്, ഇൻസെർഷൻ പോയിന്റ് കാണിച്ചു കൊടുക്കുന്നു. എക്സ് സ്കെയിൽ ചോദിക്കുന്നു. സ്കെയിൽ ചോദിക്കുന്ന സമയത്ത് 1 സെയിം സ്കെയിലാണ് നമുക്ക് വേണ്ടത്. വൈ സ്കെയിലും 1 കൊടുത്തു. ആംഗിൾ ചോദിക്കുന്നുണ്ട്, 0 കൊടുത്തു. ഈ പ്ലേസ്മെൻറ്റ് ഓക്കെ ആണോ ഇത് നോക്കൂ. ഈ ഭാഗം ഇങ്ങനെ ഓക്കെ ആണോ, യെസ് കൊടുത്തു. മജന്ത റെക്റ്റാങ്കിൾ ആ ഒരു ഇതിലായിരിക്കും പാറ്റേൺസ് വരിക. നമ്മൾ ജസ്റ്റ് ഇൻറ്റേർണൽ പോയിന്റ്സ് കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാറ്റേൺ റെഡിയായി. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 3D ടൈപ്പ് പാറ്റേൺസ് എടുക്കാം. ഇതാണ് അതിൻ്റെ മോട്ടീഫ് വരുന്നത്. സെയിം റിപ്പീറ്റ് ചെയ്യാണ്. സൂപ്പർ ഹാച്ച് യൂസ് ചെയ്യുക. മോട്ടീഫ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. സ്കെയിലും വൈ സ്കെയിലും കൊടുത്തതിന് ശേഷം ആംഗിൾ കൊടുക്കുക. നമ്മുടെ മോട്ടീഫ് സെലക്ട് ചെയ്യാം. ഇൻസെർഷൻ പോയിന്റ് കൊടുക്കുക. ഏതെങ്കിലും ഒരു കോർണർ കൊടുത്താൽ മതി. സ്കെയിൽ ഫാക്ടർ കൊടുക്കുക, എക്സ് സ്കെയിൽ കൊടുക്കുക. പിന്നെ അതിനുശേഷം റൊട്ടേഷൻ ആംഗിൾ കൊടുക്കുക, സ്കെയിൽ കൊടുക്കുക. സ്കെയിൽ കൊടുത്ത് വൈ സ്കെയിൽ സെയിം റിപ്പീറ്റ് ചെയ്യാനാണ് പറയുന്നത്. റൊട്ടേഷൻ ആംഗിൾ ചോദിക്കുന്നത്, അത് 0 ആക്കുന്നു. ഈ പ്ലേസ്മെൻറ്റ് ഓക്കെ ആണോ, യെസ് കൊടുക്കുക. കോർണർ ഇതേപോലെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരിക. അത് ഓക്കെ ആണോ എന്നുള്ളത്, അത് യെസ് കൊടുത്തു. ഇൻറ്റേർണൽ പോയിൻറ്റ്സ് ആണ് ചോദിക്കുന്നത്. ഇൻറ്റേർണൽ പോയിൻറ്റ് ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് നമ്മൾ 3D ടൈപ്പ് പാറ്റേൺസ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ട്യൂട്ടോറിയൽസിന് വേണ്ടി നിങ്ങൾ പേജ് ഫോളോ ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.